നൈസ് നൈസ് ഗുഡ് ജോബ് എന്ന് പറഞ്ഞു. അതൊന്നും എനിക്കൊരു വലിയ മാറ്റർ അല്ല. കാരണം വിവരമില്ലാത്തവന്മാർ വിവരമില്ലായ്മ പലതും കാണിച്ചു വിട്ടു. അതുകൊണ്ട് എനിക്കൊരു കാര്യമേ അല്ല. ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും വിവാദമായൊരു കൂട്ടുകെട്ടായിരുന്നു ജാസ്മിൻ ഗബ്രി എന്നിവരുടേത്. അകത്ത് ഇരുവരും നിൽക്കുമ്പോൾ തന്നെ പുറത്ത് സോഷ്യൽ മീഡിയ വഴി ജാസ്മിൻ്റെ അച്ഛൻ തൻ്റെ ഇഷ്ടക്കേട് തുറന്ന് കാട്ടിയിരുന്നു. ഗബ്രിയെ നേരിൽ കണ്ടപ്പോൾ ജാസ്മിൻ്റെ അച്ഛൻ അടി കൊടുത്തു, ചീത്ത വിളിച്ചു എന്നൊക്കെയുള്ള ഗോസിപ്പുകൾ പല ചാനലുകളും പുറത്തുവിട്ടിരുന്നു. ആ സാഹചര്യത്തിലാണിപ്പോൾ ജാസ്മിൻ തോൽക്കാൻ കാരണം ഗബ്രിയാണോ എന്ന ചോദ്യത്തിന് ജാസ്മിൻ്റെ പ്രതികരണം. തനിക്കൊരിക്കലും ടൈറ്റിൽ വിന്നർ ആകാത്തതിൽ വിഷമമില്ലെന്നും ഈ കിട്ടിയത് തന്നെ ബോണസായാണ് കാണുന്നതെന്നും എല്ലാം പോസിറ്റീവായി കാണുന്നുവെന്നും സന്തോഷം മാത്രമേ ഉള്ളൂവെന്നും ജാസ്മിൻ തുറന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ജാസ്മിന് ഗബ്രിയുമായുള്ള ബന്ധം എന്താണെന്ന ചോദ്യത്തിന് ഗബ്രിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് പറഞ്ഞല്ലോ അത് എന്താണെന്നുള്ളത്. ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ആ ഒരു ടോപ്പിക്കിലേക്ക് പോയി വെറുതെ കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ജാസ്മിൻ ഇപ്പൊ ഇറങ്ങി, എന്തായാലും ജാസ്മിൻ ഒന്ന് റിലാക്സ് ചെയ്യട്ടെ. അതിന് തന്നെ ഹെൽത്തൊക്കെ ഒന്ന് തിരിച്ചു. കഴിഞ്ഞ ദിവസം ജാസ്മിൻ മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നൊരു വീഡിയോ ഇട്ടിരുന്നു. ഒരു വിഭാഗം തൻ്റെ പോയ അക്കൗണ്ട് തിരിച്ചു പിടിക്കാനാണ് കംപ്ലൈൻറ്റ് കൊടുത്തതെന്ന് പറയുമ്പോൾ മറ്റൊരു വിഭാഗം തന്നെ പരസ്യമായി അധിക്ഷേപിച്ച ആളുകൾക്കെതിരെ കേസ് കൊടുക്കാനാണെന്നും വാർത്തകൾ വരുന്നു. എന്തായാലും ജാസ്മിൻ ബിഗ് ബോസിൽ കണ്ടന്റ് ഉണ്ടാക്കി എന്നതിൽ ആർക്കും ഒരു തർക്കമില്ല. കാരണം പലരും ഇത്തവണത്തെ ബിഗ് ബോസ് കാണാൻ തന്നെ കാരണം ആരാണ്, ഈ ജാസ്മിൻ എന്നറിയാൻ വേണ്ടിയാണ്. കാരണം ജാസ്മിൻ അത്ര സംസാര വിഷയമായിരുന്നു ഈ സീസണിൽ. ഈ സീസൺ ബിഗ് ബോസിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആരാണെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.